വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് രാവിലെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലിന്റെ സാധ്യത തെളിയുന്നു എന്നതാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചതായി കീവ് അറിയിക്കുന്നു. യുക്രൈൻ അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായം ഇതോടെ അമേരിക്ക പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ഇതുവരെ റഷ്യ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേർന്നു. രഞ്ജിത്ത്, ഒരു പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. വളരെ മോശം സാഹചര്യത്തിൽ ഓവൽ ഹൗസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഉണ്ടായ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനമൊക്കെ കുറച്ചുകൂടി ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. റഷ്യയുടെ നിലപാട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അക്കാര്യത്തിൽ വല്ല സൂചനകളും വന്നു തുടങ്ങുന്നുണ്ടോ? തീർച്ചയായും 3 വർഷം നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നുള്ളതാണ് ഈ സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളൊക്കെ യുക്രൈൻ അംഗീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വ്ളാദിമിർ സെലൻസ്കി നേരത്തെ വൈറ്റ് ഹൗസിൽ നടന്ന വാഗ്വാദവുമായി ബന്ധപ്പെട്ട ക്ഷമാപണമൊക്കെ നടത്തിയിരുന്നു. അതുകൂടി അമേരിക്കയെ ഒരല്പം ഒക്കെ സെലൻസ്കി ഒപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. 30 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി വെച്ചിട്ടുണ്ട്. അതായത് ഈ തടവുകാരുടെ കൈമാറ്റം, സിവിലിയൻ തടവുകാരുടെ മോചനം, പലായനം ചെയ്യപ്പെട്ട യുക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ ചർച്ചയുണ്ടായി. ഇതിലൊക്കെ യുക്രൈന് കൂടി പ്രയോജനപ്രദമാകുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. തുടർന്നാണ് ഈ ശ്രമങ്ങൾക്ക് യുക്രൈൻ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തത്. പക്ഷേ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നലെ റഷ്യയും യുക്രൈനും തമ്മിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമണമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 300ഓളം ഡ്രോണുകൾ യുക്രൈൻ റഷ്യയിലേക്ക്, മോസ്കോയിലേക്ക് പ്രയോഗിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റഷ്യ തിരിച്ചടിക്കുകയും കനത്ത നാശനഷ്ടം യുക്രൈൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയന്റെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം ഈ ചർച്ചകളിൽ യുക്രൈൻ മുന്നോട്ട് വെച്ചിരുന്നു. അതിലും അമേരിക്ക സമ്മതം അറിയിക്കുകയുണ്ടായി. തുടർന്ന് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രിയ എർമാക്കിന്റെ നേതൃത്വത്തിലാണ് യുക്രൈന്റെ സംഘം ചർച്ചകളിൽ പങ്കെടുത്തത്. അമേരിക്കൻ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വോൾസ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുകയുണ്ടായി. നിലവിലുള്ള US സൈനിക സാമ്പത്തിക സഹായത്തിന് പുറമെ റഷ്യയെ സംബന്ധിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും കൈമാറാം എന്നും ഇന്നലെ ധാരണയായിട്ടുണ്ട് എന്നറിയുന്നു. ഈ വാഗ്വാദത്തിന് ശേഷം ഈ സാമ്പത്തിക സഹായം പിൻവലിക്കുമെന്നും അത് നിർത്തലാക്കുമെന്നും ഒപ്പം രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറില്ല എന്നുമുള്ള വാശിയുണ്ടായിരുന്നു ട്രംപിന്. ഇക്കാര്യത്തിലും യുക്രൈന് ഇപ്പോൾ ഒരു അനുകൂലമായ തീരുമാനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വിവരം അറിയിച്ചിരുന്നു. യുക്രൈനെ പങ്കാളികളാക്കാതെ റഷ്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചയെ സെലൻസ്കി അംഗീകരിച്ചിരുന്നില്ല. അതിന് കൂടി ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്കാണ് നേരിട്ട് ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് അമേരിക്ക കടന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും സമാധാന ശ്രമങ്ങൾ ഏതാണ്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റഷ്യയുടെ പ്രതികരണമാണ് നിർണായകം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപും റഷ്യയും തമ്മിൽ അത്യാവശ്യം നല്ല തോതിലുള്ള ബന്ധം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും അത് ഈ സമാധാന ശ്രമങ്ങളെ സ്വാധീനിക്കും എന്ന് വേണം കരുതാൻ. എത്രയും പെട്ടെന്ന് ഈ കരാർ നടപ്പിലാക്കുക എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ആ നിലപാടിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കരാറിലെ കാര്യങ്ങൾ എത്തും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീജ. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇതിനിടെ കാനഡയുമായുള്ള താരിഫ് യുദ്ധത്തിലും നിർണായകമായൊരു നീക്കമുണ്ടാകുന്നു. 25% ഇലക്ട്രിസിറ്റി സർചാർജ് പിൻവലിക്കാമെന്ന് കാനഡ നിലപാടെടുത്തതോടെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയുടെ താരിഫ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം അമേരിക്കയും പുനഃപരിശോധിക്കുമെന്നാണ് സൂചന. കാനഡയിൽ നിന്നുള്ള എല്ലാ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 50% താരിഫ് ചുമത്താനായിരുന്നു അമേരിക്കയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു സർചാർജ് പിൻവലിക്കാനുള്ള കാനഡയുടെ തീരുമാനം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.